വൈകിട്ട് 5 മണിയോടെയായിരുന്നു മെൽവിൻ പാതുവ അടക്കമുള്ള 20 പേരുടെ മോചന ഉത്തരവ് ആഭ്യന്തര വകുപ്പിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയത്. 3 മണിക്കൂറോളം നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷം 8:45ഓടെ മെൽവിൻ അടക്കമുള്ള 13 പേർ ജയിൽ മോചിതരായി പുറത്തിറങ്ങി. മോചനം ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നുവെന്നായിരുന്നു മെൽവിന്റെ ആദ്യ പ്രതികരണം. തന്നെ ജയിലിനുള്ളിൽ വെച്ച് വകവരുത്താൻ പലവട്ടം ശ്രമം നടന്നിരുന്നു. മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബിനുള്ള ശിക്ഷ ദൈവം നൽകിയെന്നും പാതുവ പറഞ്ഞു. അലക്സാണ്ടർ ജേക്കബിനെതിരെ ഞാൻ പരാതിപ്പെടുന്നതിന് നല്ലത് ദൈവം അയാൾക്ക് കൊടുത്തല്ലോ. ഇപ്പോൾ തന്നെ അത് തന്നെ ഒരു മനുഷ്യൻ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള വളരെ വലിയ ഒരു ഓഫീസറാണ്. ചിന്തിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ട്, മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. 19 വർഷം നീണ്ട ജയിൽവാസത്തിന് ശേഷമാണ് മെൽവിൻ പാതുവയുടെ മോചനം. 94 ഡിസംബർ 24-നായിരുന്നു പാതുവ ജയിലിലെത്തിയത്. തുടർന്ന് 2 വട്ടം ജയിൽ ഉപദേശക സമിതി മെൽവിനെ മോചിപ്പിക്കാൻ ശുപാർശ ചെയ്തെങ്കിലും മോചനം വൈകി. തുടർന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ പോലുള്ളവർ മെൽവിനു വേണ്ടി രംഗത്തെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് മെൽവിൻ പാതുവയെ വിട്ടയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. വർഷങ്ങൾക്ക് ശേഷം മകനൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാനായതിലുള്ള സന്തോഷത്തിലാണ് മെൽവിന്റെ അമ്മ വെറോണിക്ക. ഒത്തിരി പേര് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിയിട്ടാണ് അവനിന്ന് പുറത്തിറങ്ങിയത്. ഞങ്ങൾ ഓർത്ത ക്രിസ്മസ് ഒന്നും ഉണ്ടാവില്ലെന്ന. തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ മെൽവിൻ പാതുവയുടെ വരവും കാത്തിരിക്കുകയാണ് ഇയാളുടെ കുടുംബം. മീഡിയ 1 കണ്ണൂർ.